ഇനി പറയാൻ പോകുന്ന കാര്യം നമുക്ക് കേരളത്തിൽ ഇത്തിരി വിചിത്രമായി തോന്നും. പരിക്കേറ്റ ഒരു 11-കാരൻ്റെ തലയിൽ മൊബൈൽ വെളിച്ചത്തിൽ തുന്നലിട്ട് വൈക്കം താലൂക്ക് ആശുപത്രി റെക്കോർഡിടുന്നു. സംഭവം നടന്ന ഇന്നലെയാണ്. ജനറേറ്റർ പ്രവർത്തിപ്പിക്കാൻ ഡീസൽ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന വിശദീകരണം ആശുപത്രി അധികൃതർ നൽകുന്നു. ജനറേറ്ററിൽ ഇന്ധനമില്ലാത്തതിൻ്റെ കഥയുമായി ടോബി ജോൺസൺ വൈക്കത്ത് നിന്ന് ചേരുന്നുണ്ട്. ടോബി, ഗുഡ് മോർണിംഗ്. ഈ ആശുപത്രി കുറച്ച് ഇന്ധനം വാങ്ങിച്ചു കൊടുത്താലോ? പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ. ഇനി നമ്മളൊക്കെ അങ്ങനെ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പക്ഷേ അനാസ്ഥയുടെ ഒരു നേർക്കാഴ്ചയാണ് ഇന്നലെ നമുക്ക് ഈ വൈക്കം താലൂക്ക് ആശുപത്രിയിൽ കാണാൻ സാധിച്ചത്. ഒരു പിഞ്ചു കുട്ടി, അതായത് ഒരു 11 വയസ്സുള്ള കുട്ടിയുടെ തലയിൽ സ്റ്റിച്ച് ഇടുന്നതിന് വേണ്ടി എത്തിയപ്പോൾ അവിടെ വൈദ്യുതിയില്ല. അതായത് പ്രധാനപ്പെട്ട പടിഞ്ഞാറൻ മേഖല, കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലെ ആളുകൾ ആശ്രയിക്കുന്ന പ്രധാനപ്പെട്ട ആശുപത്രിയാണ്. അവിടെ വൈദ്യുതിയില്ല. കാഷ്വാലിറ്റിയിലും ഡ്രസ്സിംഗ് റൂമിലും വൈദ്യുതിയില്ല. വൈദ്യുതി ഇല്ലാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ അത് അറിയത്തില്ല. ജനറേറ്ററിൽ നിന്ന് ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതിൽ ഡീസൽ ഇല്ല എന്നുള്ള ഒരു വിചിത്ര വിശദീകരണം ജീവനക്കാർ നൽകുന്നു. തുടർന്ന് മൊബൈൽ ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ ഈ കുട്ടിയുടെ തലയിൽ സ്റ്റിച്ച് ഇടേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചെമ്പിലാണ്. ആ കുട്ടിയുടെ വീട്ടിലാണ്. സുജിത്ത് സുരഭി ദമ്പതികളുടെ മകനാണ് ആ കുട്ടി. അവരും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സുജിത്തേട്ടൻ തന്നെ ചേരുന്നുണ്ട്. ചേട്ടാ, ഇന്നലെ എത്ര മണിക്കാണ് നമ്മൾ അവിടെ ചെന്നത്? ഒരു 4:30-5 മണിയോടെ. എന്താണ് അവിടെ ചെന്നപ്പോൾ സംഭവിച്ചത്? അവിടെ ചെല്ലുമ്പോൾ കറണ്ട് ഇല്ലായിരുന്നു. കാഷ്വാലിറ്റിയിലൊന്നും കറണ്ട് ഇല്ലായിരുന്നു. മൊത്തത്തിൽ കറണ്ട് ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെന്ന് പിന്നെ ഡ്രസ്സ് ചെയ്യാനായിട്ട് ചെല്ലണ അവിടെയും കണ്ടില്ല. പിന്നെ മൊബൈൽ വെട്ടത്തിലാണ് ഡ്രസ്സ് ചെയ്തിട്ട് കാഷ്വാലിറ്റി കൊണ്ടുപോയാണ് സ്റ്റിച്ച് ചെയ്തത്. ചേച്ചി, എന്താണ് ഇന്നലെ സംഭവിച്ചത്? അവിടെ ചെന്നപ്പോൾ മൊബൈൽ വെളിച്ചം കാണിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യമേ കാഷ്വാലിറ്റിയിലാണ്. ഇവന് അത്രയും ബ്ലഡായിട്ടല്ലേ ചെന്നത്. അപ്പോൾ നേരെ അത്യാവശ്യം കാഷ്വാലിറ്റിയിൽ കൊണ്ടുചെന്നപ്പോൾ പറഞ്ഞു അകത്തുനിന്നൊരു ചേച്ചി ചീട്ട് എടുത്തപ്പോൾ തന്നെ അകത്തുനിന്നൊരു ചേച്ചി വന്നിട്ട് പറഞ്ഞു കാഷ്വാലിറ്റിയിലോട്ട് കൊണ്ടുപോകണ്ട, ഡ്രസ്സിംഗ് റൂമിലോട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. പെട്ടെന്ന് അവർ തന്നെ ഞങ്ങളുടെ ബാക്കിലോട്ട് ഓടി വന്നിട്ട് പറഞ്ഞു ഡ്രസ്സിംഗ് റൂമിൽ അവിടെ ആരുമില്ല, അവർ ചായ കുടിക്കാൻ പോയി, തിരിച്ച് വരുമ്പോൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തപ്പോൾ അറ്റൻഡർ വന്നിട്ട് പറഞ്ഞു അകത്ത് കറണ്ടൊന്നുമില്ല, അവനാ ബെഞ്ചിലിരുത്തെന്ന് പറഞ്ഞു. എന്നിട്ട് ബെഞ്ചിലിരുത്തി പുള്ളി നോക്കിയിട്ട് പുള്ളിക്ക് അറ്റൻഡറിന് കാണാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ് ഇതൊന്നും കാണാൻ പറ്റുന്നില്ല, നമുക്ക് ഒരു കസേര എടുത്തുകൊണ്ട് വരട്ടെ, എന്നിട്ട് ഒ പിയുടെ ഫ്രണ്ടിൽ എൻട്രൻസിൻ്റെ അവിടെ കൊണ്ട് ഇരുത്തിയിട്ട് നോക്കാം. അങ്ങനെ ആ എൻട്രൻസിൻ്റെ അവിടെ കൊണ്ട് ചെയറിൽ ഇരുത്തിയിട്ട് നോക്കിയിട്ട് ഇപ്പോൾ ഞാൻ ഫ്ലാഷ് ഓണാക്കി കൊടുത്തപ്പോൾ ആ കൂടെ ഉണ്ടായിരുന്ന ചേച്ചി അവിടുത്തെ ഓഫീസ് സ്റ്റാഫ് ആണെന്ന് തോന്നുന്നു. ആ ചേച്ചി പറഞ്ഞു വലിയ മുറിവാണല്ലോ, ഇത് അകത്ത് തന്നെ വെച്ച് ഡ്രസ്സ് ചെയ്യണം, സ്റ്റിച്ച് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഇവനെ അവിടുന്ന് ഞങ്ങൾ ഡ്രസ്സിങ് റൂമിലേക്ക് കൊണ്ടുപോയി. ഡ്രസ്സിങ് റൂമിലോട്ട് കൊണ്ടുചെന്നപ്പം അവിടെ ഫുള്ള് ഇരുട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു ചേട്ടാ ഇതെന്താ കറണ്ട് ലൈറ്റ് ഓൺ ആക്കാൻ പറ്റിയില്ല എന്ന് ചോദിച്ചു. പറഞ്ഞു കറണ്ട് ഇല്ല മോളെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ജനറേറ്റർ ഓൺ ആക്കാത്ത, കറണ്ട് ഇല്ലെങ്കിൽ ജനറേറ്റർ വർക്ക് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അത് അവർക്ക് തോന്നണ പോലെയാണ്. ചിലപ്പോൾ ഡീസലിൻ്റെ പ്രശ്നം, കുറച്ച് നേരം ഓണാക്കും, അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ ഡീസലിൻ്റെ കാര്യം പറഞ്ഞാൽ അവർ ഓഫാക്കി വെക്കുമെന്ന് പറഞ്ഞു. നിങ്ങൾ മൊബൈൽ ഓണാക്കി കൊടുക്കും? ഞാനും ചേട്ടനും കൂടി മൊബൈൽ ഫ്ലാഷ് ഓണാക്കി കൊടുത്തിട്ടാണ് ഇവൻ്റെ ഹെയർ കട്ട് ചെയ്തത്, അവിടെ ക്ലീൻ ചെയ്തത്. ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കാഷ്വാലിറ്റിയിലോട്ട് കൊണ്ടുപോയി. അവിടെ ഡോക്ടർ വന്നപ്പോൾ ഈ അവസ്ഥ, അറ്റൻഡർ ഫ്ലാഷ് ഓണാക്കി കൊടുത്തിട്ടാണ് ഇവനെ സ്റ്റിച്ച് ചെയ്തത്. അപ്പം ഞാൻ അന്നേരം പറഞ്ഞ് ഈ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഫ്ലാഷ് ഓണാക്കി കൊടുക്കുമ്പോൾ ഹെയർ ഇതിനകത്തുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു മേഡം ഇതിനകത്ത് ഹെയർ ഉണ്ടല്ലോ, അത് വെച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണത് എങ്ങനെയാണ്? അപ്പോൾ മേഡം പറഞ്ഞ അറ്റൻഡറിനോട് ചോദിച്ചു ഇതിനകത്ത് ഹെയർ ഉണ്ടല്ലോ ഏട്ടാ, ക്ലീൻ ആക്കിയിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു. പറഞ്ഞു ഇല്ല അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വെട്ടമില്ലാത്തതിൻ്റെ ഒരു ഇതാണ്, ആ ഹെയർ അതിനകത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ പരാതി ഒന്നും കൊടുക്കുന്നില്ല. അതാണ് എസ് കെ എൻ. അതായത് വെട്ടമില്ലാതെ ചികിത്സകൾ നടത്തേണ്ട ഒരു അവസ്ഥ, ഒരു ഗതികേടാണ് ഈ വൈക്കം താലൂക്ക് ആശുപത്രിയിൽ ഉണ്ടായിരിക്കുന്നത്. നമ്മൾ പറയുമ്പോൾ ആരോഗ്യ മേഖല ഒരുപാട് മികച്ചതാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നാട്ടുകാരും കൂടിയുണ്ട്. ഈ ഒരു പ്രദേശത്തുള്ള ഒരു ഏക ആശുപത്രിയാണ്. വലിയ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്, ഇതിനു മുമ്പും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലത്തെ സംഭവമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. എന്താണ് ഇവിടുത്തെ ആശുപത്രിയുടെ അവസ്ഥ? വളരെ പരിതാപകരമാണ് ആശുപത്രിയുടെ അവസ്ഥ. എന്നുവെച്ചാൽ അവിടെ വരുന്ന രോഗികൾക്കെല്ലാം എല്ലാവരും ഇതിനെപ്പറ്റി എന്തെങ്കിലും കുറ്റം പറയാനുണ്ടാവുള്ളൂ. എല്ലാവർക്കും ദുരനുഭവം ഉണ്ടാവുന്നു അവിടെ. നമുക്ക് അങ്ങനെ ഭയങ്കര ഇതിപ്പോൾ അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുഞ്ഞു 10-15 ദിവസം കൊച്ചാണത്. ഇവർ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ ജനറേറ്റർ കൃത്യമായിട്ട് ഓണാക്കി കൊടുത്തിട്ട് സ്ഥിരമായിട്ട് അവിടെ
സ്ഥിരമായിട്ട് ചികിത്സയിൽ ബുദ്ധിമുട്ടുകൾ എന്നുണ്ടെങ്കിൽ ഡോക്ടർമാരുടെ ഒരു കുറവുണ്ട്. എന്നാൽ ഡോക്ടർമാരെല്ലാവരും ഉള്ള സംഭവമാണ്. ഡോക്ടർമാരെ കൃത്യമായിട്ട് അവിടെ ഇരുത്താനുള്ള നടപടി സൂപ്രണ്ടും അതുപോലെ RMO ഒക്കെ സ്വീകരിക്കണം. അതുകൂടാതെ തന്നെ ജനറേറ്ററിൻ്റെ സംഭവം ജനറേറ്റർ ഓപ്പറേറ്റർമാർ കൃത്യമായിട്ടും എല്ലാ ഹോസ്പിറ്റലിലും കൃത്യമായിട്ടുണ്ട്. ആ ഡീസലിൻ്റെ നഷ്ടം വരുത്തി എന്നുള്ള കാരണം പറഞ്ഞ് മൊബൈൽ ടോർച്ചിൻ്റെ വെട്ടത്തിൽ ഇങ്ങനെ ചെയ്തത് ജീവനക്കാരുടെ ഭാഗത്തുള്ള തെറ്റാണ്. അത് ഇനി ഉണ്ടാകാതിരിക്കാൻ അവർ ശ്രദ്ധിക്കണം. തീർച്ചയായിട്ടും അതാണ് എന്തായാലും വലിയൊരു അനാസ്ഥ. ഒരു കുട്ടിയുടെ തലയിൽ ഒരു സ്റ്റിച്ച് ഇടണമെങ്കിൽ അവിടെ വെട്ടമില്ലാത്തൊരവസ്ഥ. പ്രധാനപ്പെട്ട ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ വൈക്കം എറണാകുളം ജില്ലയുടെ ഭാഗമായിട്ടുള്ള പ്രദേശങ്ങൾ, ഈ പ്രദേശത്തുള്ള ആളുകൾ, പടിഞ്ഞാറൻ മേഖലയിലുള്ള ആളുകൾ ആശ്രയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. അവിടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ട് ഈ നാട്ടിലുള്ള ആളുകൾക്ക് ഉണ്ടാകുന്നുണ്ട്. ഇവർ കൂടുതലായിട്ടും ഇവർ നമുക്കിവിടെ വന്നപ്പോൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് പല ആവശ്യങ്ങൾക്കും ഈ ആശുപത്രി ചെല്ലുമ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയാണ് രോഗികൾ. അതായത് ഒരു വലിയ ചികിത്സാ കേന്ദ്രമാക്കി വളർത്തിക്കൊണ്ട് വരേണ്ടതിന് പകരം അതൊരു നാശത്തിൻ്റെ പടികുടിയിലേക്ക് അത് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ നിന്നും കാണാൻ സാധിക്കുന്നത്. ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ കർശന നടപടികൾ അല്ലെങ്കിൽ ഇത് തിരുത്താനുള്ള ആവശ്യമായിട്ടുള്ള നടപടികളെല്ലാം ഉണ്ടാകണമെന്നാണ് ഈ നാട്ടുകാരെല്ലാം ഒറ്റ സ്വരത്തിൽ പറയുന്നത്. SK. ഓക്കെ, താങ്ക് യു ടോബി ജോൺസൺ. എന്തായാലും വളരെ സങ്കടകരമായ ഒരു സാഹചര്യമാണ്. ഇത്രയും റിസ്ക് എടുത്ത് വെളിച്ചമില്ലാത്ത സമയത്തൊക്കെ ശസ്ത്രക്രിയ ചെയ്യുക എന്ന് വെച്ചാൽ അപകടങ്ങളും അത്യാഹിതം ഉണ്ടായാൽ ആരുത്തരം പറയുമെന്ന ചോദ്യം ബാക്കിയാകുന്നു. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിൻ്റെ ശ്രദ്ധയിൽ ഞങ്ങൾ ഈ കാര്യം കൊണ്ടുവരികയാണ്. ഇങ്ങനെ ഒരു കാര്യം കൂടി നമ്മൾ പറയുന്നു. വൈക്കം താലൂക്ക് ആശുപത്രിക്ക് ഡീസൽ വാങ്ങാനുള്ള പൈസ ഇല്ലാത്തതാണ് പ്രശ്നമെങ്കിൽ അവർക്ക് ഒരു 3 മാസത്തേക്ക് ഡീസൽ വാങ്ങിച്ചു കൊടുക്കാനുള്ള പണം 24 കണക്റ്റ് നൽകാം. മന്ത്രി ഒന്ന് നോക്കിക്കോളൂ.